നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. എന്നിൽ വസിക്കും ദൈവാത്മാവേ, എന്നെ നടത്തും നല്ല എന്നിൽ വസിക്കും, എന്നിൽ വസിക്കും ദൈവാത്മാവേ, എന്നെ നടത്തും നല്ല ആത്മാവേ, എന്നോട് മിണ്ടും, എൻ കൂടെ വസിക്കും, എന്നോട് മിണ്ടും, എൻ കൂടെ. നല്ല സഖിയേ, നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയത്തിന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നല്ല സഖിയായി, നല്ല തുണയായി എപ്പോഴും ഞങ്ങളോട് കൂടെ ഇടപെടുന്ന നിന്റെ നിറഞ്ഞ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്തു കർത്താവേ. ഇന്ന് രാത്രികാലം ഞങ്ങൾ അല്പസമയം അങ്ങയുടെ തിരുവെഴുത്തിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ ആഴമേറിയ ദൈവിക കൃപകളെ കൊണ്ട് ഞങ്ങളെ പൊതിയണം കർത്താവേ. ആഴമേറിയ ദൈവിക ഹല്ലേലൂയ നിയോഗത്തെ ഞങ്ങളെ നടത്തണം കർത്താവേ. ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ബലപ്പെടുത്തുവാൻ കർത്താവേ തിരുവെഴുത്തുകളെ ആധാരമാക്കി പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണം, സാന്നിധ്യം കൂടെ ഇരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു രാത്രികാലം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, പുല്ലുണങ്ങുന്നു, പൂ വാടിപ്പോകുന്നു, പക്ഷെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ചലിക്കുന്ന വചനമാണ്. ദൈവത്തിന്റെ വചനം പരിവർത്തിക്കുന്ന വചനമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആദ്യം മുതലേ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച ആ ദൈവിക വചനം, ശക്തിയുള്ള വചനം, ഹല്ലേലൂയ, ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലും പരിവർത്തിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ചേർന്ന വാക്യം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഉച്ചത്തിൽ ഒരാൾക്ക് വായിക്കാം. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾ സൗഖ്യമായി. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ദൈവവചനമാണ്. ഹല്ലേലൂയ. 21 മുതൽ 28-ാമത്തെ വാക്യങ്ങൾ നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് വായിക്കുമ്പോൾ ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് തന്റെ മകൾക്ക് അതികഠിനമായ ഭൂതോപദ്രവം ബാധിച്ച്, ഹല്ലേലൂയ, അവൾ വളരെ അപകടകാരിയായി, അക്രമകാരിയായി, അല്ലെങ്കിൽ കുറച്ചുകൂടെ വയലന്റ് ആയിട്ട് പ്രതികരിക്കുന്ന നിലവാരത്തിലെത്തിയപ്പോൾ അവൾ ആരുടെ സന്നിധിയിൽ കടന്നു വരികയാണ്? യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് അവൾ നിലവിളിക്കുകയാണ്. 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, യേശു അവിടെ വിട്ട് സോർ, സീദോൻ എന്ന ഈ പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്തു? വാങ്ങിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട്
യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് യേശുക്രിസ്തു എങ്ങോട്ട് പോവുകയാണ്? ഈ ഗലീല വിട്ട് ഈ സോർ സീദോൻ എന്ന ഈ കനാന്യ ദേശങ്ങളിലോട്ട് യേശു കാലെടുത്ത് വയ്ക്കുകയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ തള്ളപ്പെട്ട ഒരു പ്രദേശം, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട ഒരു പ്രദേശം, പാപപങ്കിലമായ സ്വഭാവങ്ങൾ നിറഞ്ഞ ജനം താമസിക്കുന്ന ഒരു സമൂഹം, ദൈവത്തോട് ബന്ധമില്ലാത്തവർ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ബന്ധമില്ലാത്ത ആൾക്കാർ താമസിച്ച ആ സോർ സീദോൻ എന്ന സ്ഥലങ്ങളിലോട്ട് കർത്താവ് എന്ത് ചെയ്യുകയാണ്? കാലെടുത്ത് വെക്കുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 11:22 പറയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുക്രിസ്തു തന്റെ ഒരു വ്യഥ, ഒരു വിഷമം കൈമാറുകയാണ്. ബേത്സയിദയെയും കോരസീനെയും പറ്റി പറയുകയാണ്, നിങ്ങളിൽ നടന്ന അത്ഭുതം സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ന്യായവിധിയിൽ നിന്ന് ഹല്ലേലൂയ അവർ എന്ത് ചെയ്യുമായിരുന്നു? രക്ഷപ്പെടുമായിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് എവിടെ എൻ്റർ ചെയ്യുകയാണ്? സോർ സീദോൻ എന്ന ഈ പ്രദേശങ്ങളിലോട്ട് കർത്താവ് എൻ്റർ ചെയ്യുകയാണ്. കർത്താവിന് അവിടെ ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞിട്ട്, കർത്താവിന് ആ ദേശത്ത് ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. ദേശം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ദേശത്തിന്റെ സ്ഥിതി എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അഭിഷേകമുള്ളവർ കാൽ ചവിട്ടിയാൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, അഭിഷേകമുള്ളവർ കാൽ ചവിട്ടിയാൽ ആ ദേശത്തിന്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ. ആ ദേശത്തിന്റെ സ്വഭാവം മാറും. ഹല്ലേലൂയ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു ദേശത്തിൽ ഹല്ലേലൂയ സാധാരണയായി ജീവിച്ച് മുന്നേറി നമ്മുടെ ജീവിതങ്ങൾ കൊണ്ടുപോകുവാൻ വേണ്ടി മാത്രമല്ല, അവിടെ എല്ലാം കർത്താവിന്റെ ഒരു മിനിസ്ട്രി ഒളിഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. അവിടെ കർത്താവിന്റെ ഒരു ശുശ്രൂഷ നമുക്ക് തികയ്ക്കുവാനുണ്ട്. നിങ്ങൾ വസിക്കുന്ന ദേശമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ആ ദേശത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളിലൂടെ ആ ദേശത്തിനെ പുറത്തെടുക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നിങ്ങളിലൂടെ ആ ദേശത്തിന് ഒരു ഡെലിവറൻസ് കൊണ്ടുവരുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ഇവിടെ എന്ത് ചെയ്യാണ്? കർത്താവ് സോർ സീദോൻ എന്ന ഈ പ്രദേശങ്ങളിലോട്ട് കർത്താവ് കടന്നു വരികയാണ്. ഹല്ലേലൂയ. കടന്നു വരുമ്പോൾ തന്നെ കർത്താവ് ആ ദേശത്തോട് ഉള്ള കർത്താവിന്റെ പ്ലാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വസിക്കുന്ന ദേശം ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങൾ പാർക്കുന്ന സ്ഥലം ഏതുമായിക്കൊള്ളട്ടെ, അതിന്റെ സ്വഭാവത്തോട് നിങ്ങൾ അനുരൂപരാകരുത്. ഹല്ലേലൂയ. അതിന്റെ സ്വഭാവത്തോട് എന്ത് ചെയ്യരുത്? നിങ്ങൾ അനുരൂപരാകരുത്. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ലോകത്തിന്റെ സ്വഭാവത്തെ അനുകരിപ്പാനല്ല, അല്ലെങ്കിൽ ലോകത്തിന്റെ സ്വഭാവത്തെ കോപ്പിയടിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് സ്വർഗത്തിന്റെ അതേ സ്വഭാവം ഉള്ളവരാകുവാൻ വേണ്ടി, സ്വർഗത്തിന്റെ അതേ സ്വഭാവം ഉള്ളവനാകുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ ദൈവം വിളിച്ചു വേർതിരിച്ചത്. ഹല്ലേലൂയ. ഏലിയാവിന്റെ ലൈഫ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവൻ തിശ്ബ്യനായ ഏലിയാവ് എന്ന വചനം പഠിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പൗലോസ് ആണെങ്കിൽ തർസോസിൽ നിന്ന് കടന്നു വന്ന വ്യക്തി. പക്ഷെ അവരെ രണ്ടുപേരെയും ദൈവം ഹല്ലേലൂയ ആ ദേശത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായി, ഹല്ലേലൂയ, സ്വർഗീയ സ്വഭാവത്തിന് അവരെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾ തിരിച്ചറിയണം, നമ്മൾ പാർക്കുന്ന ദേശത്ത് ഹല്ലേലൂയ ഒരു വലിയ ദൈവ പ്രവൃത്തി കർത്താവ് അയക്കണം. ഹല്ലേലൂയ. നമ്മൾ പാർക്കുന്ന ദേശങ്ങൾ അത്ഭുതമായിട്ട് മാറണം. ഹല്ലേലൂയ. പ്ലാമൂട്ടുകട ദേശം ഒരു അത്ഭുതമായി മാറണം. ഉദയംകുളങ്ങര ദേശം ഒരു അത്ഭുതമായി മാറണം. ചെങ്കൽ ദേശം ഒരു അത്ഭുതമായി മാറണം. ഹല്ലേലൂയ. നെയ്യാറ്റിൻകര പരിശുവയ്ക്കൽ ഒരു അത്ഭുതമായി മാറണം. കാരണം എന്തൊന്ന് ചോദിച്ചാൽ അഭിഷേകമുള്ള വ്യക്തികൾ അവിടെ കാലെടുത്ത് വയ്ക്കണം. ഹല്ലേലൂയ. ദേശത്തിന്റെ മേൽ ഒരു വലിയ ഡെലിവറൻസ് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളിലൂടെ, നമ്മിലൂടെ എന്ത് ചെയ്യണം? കർത്താവിൽ കൂടെ അത് നിവർത്തിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് അവസരങ്ങൾ തരികയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്യുകയാണ്? ഒന്നുകൂടെ നമ്മെ ആ നിയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, സോർ സീദോൻ എന്ന ഈ ദേശങ്ങളിലോട്ട് ആര് വരികയാണ്? യേശു വരികയാണ്. അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരു കനാന്യ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? യേശുവിന്റെ അടുക്കൽ വരുന്നുണ്ട്. ഒരു കനാന്യ സ്ത്രീ എന്ത് ചെയ്യുകയാണ്? നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വരികയാണ്. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൾ എവിടെ നിന്നാണ് വന്നത്? ഈ ശപിക്കപ്പെട്ട പട്ടണം, അല്ലെങ്കിൽ ശാപം എന്ന് പേർ വിളിക്കപ്പെട്ട പട്ടണം.
ഹല്ലേലൂയ. അവൾ എന്ത് ചെയ്യുകയാണ്? യേശുവിനെ വിളിക്കുകയാണ്. യേശുവിനെ വിളിക്കുക മാത്രമല്ല, അവൾ നിലവിളിച്ചു. അവൾ 3 കാര്യം ചെയ്തു. She came, she called and she cried. Hallelujah. അവൾ എന്ത് ചെയ്തു? ആ കനാന്യ ദേശത്ത് നിന്ന് കടന്നു വന്നു. അവൾ എന്ത് ചെയ്തു? യേശുവിനെ വിളിച്ചു. കർത്താവേ, ദാവീദ് പുത്ര എന്ന് നിലവിളിച്ചു. അവൾ ഉറക്കെ എന്ത് ചെയ്തു? സകല ജനവും കേൾക്കെ കരഞ്ഞ് അവളുടെ അവസ്ഥ എന്ത് ചെയ്തു? ഓപ്പണായിട്ട് പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ. ഓപ്പണായിട്ട് എന്ത് ചെയ്യാണ്? ദൈവസന്നിധിയിൽ അവൾ എന്ത് ചെയ്യുകയാണ്? ലജ്ജ കൂടാതെ, മടി കൂടാതെ തന്റെ വിഷയം എന്താണോ, താൻ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്നോ അവൾ എന്ത് ചെയ്തു? ഓപ്പണായിട്ട് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുകയാണ്? നിലവിളിച്ചു പറയുകയാണ്. അവൾ പറയുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. അവളുടെ സിറ്റുവേഷൻ വളരെ പരിതാപകരമാണ്. ഹൃദയം നുറുങ്ങിയ അവസ്ഥ. ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ രക്ഷിക്കുന്നുണ്ട്. ഇവളുടെ നിലവിളി ഏറ്റവും അധികമായി ആരും കേൾക്കത്തക്കവണ്ണം ഉച്ചത്തിൽ എന്ത് ചെയ്തു? ഇവൾ യേശുവിനെ നോക്കി എന്ത് ചെയ്തു? നിലവിളിക്കുകയാണ്. ദാവീദ് പുത്ര എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. അവൾ ആദ്യം യേശുവിനെ അഡ്രസ് ചെയ്ത എന്തെന്ന് ചോദിച്ചാൽ തിരുവചന വ്യവസ്ഥ പ്രകാരമാണ്. ഹല്ലേലൂയ. യേശു ആരെന്ന് അവൾ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. യേശുവിന്റെ ഗലീലയിലെ ശുശ്രൂഷകൾ എന്തൊക്കെയായിരുന്നെന്ന് അവൾ കേട്ടറിഞ്ഞു കാണും. യേശു ആരെയൊക്കെ സൗഖ്യമാക്കി എന്ന് അവൾ തിരിച്ചറിഞ്ഞു കാണും. ഈ കഥയെല്ലാം കേട്ടുകൊണ്ട് എനിക്ക് ആ നസ്രായനായ യേശുവിനെ കാണണം, എന്റെ മകളുടെ സൗഖ്യത്തിന് യേശുവിന്റെ അടിപ്പിണരുകളാൽ മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് എന്ത് ചെയ്തു? തന്റെ അടുക്കൽ വന്നിട്ട് ദാവീദ് പുത്ര എന്ന് വിളിച്ചു. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. അവനെ അഡ്രസ് ചെയ്യുകയാണ്, സൺ ഓഫ് ഡേവിഡ്. ഹല്ലേലൂയ. അതാണ് ദൈവിക വാഗ്ദത്തം. ഹല്ലേലൂയ. അവന്റെ യേശുവിന്റെ അമ്മയെയും അപ്പനെയും കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മറിയ, യോസെഫ് എന്ന് കാണുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാണ്? യേശു അറിയപ്പെട്ടത് എന്താണ്? ദാവീദ് പുത്രനായിട്ടാണ്. ഹല്ലേലൂയ. യേശു അറിയപ്പെട്ടത് എന്താണ്? ദാവീദ് പുത്രനായിട്ടാണ്. ജനിച്ചത് ബത്ലഹേമിൽ, വളർന്നത് കഫർനഹൂമിൽ. ഹല്ലേലൂയ. ശുശ്രൂഷിച്ചത് ഗലീലയിൽ. ഹല്ലേലൂയ. പക്ഷേ അവൻ അറിയപ്പെട്ടത് ദാവീദിന്റെ പുത്രൻ. ഹല്ലേലൂയ. ദാവീദിന്റെ ഗോത്രം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അറിയപ്പെടേണ്ടത് വാഗ്ദത്തത്തിലൂടെയാണ്. ഹല്ലേലൂയ. അവൻ അറിയപ്പെട്ടത് എന്തിലൂടെയാണ്? യേശു അറിയപ്പെട്ടത് വാഗ്ദത്തത്തിലൂടെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് കൈമാറുന്നു, നിങ്ങളെ ഒരു നാൾ ഈ വാഗ്ദത്തം മുഖാന്തരം നിങ്ങളെ ലോകം അറിയും. ഹല്ലേലൂയ. നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രവചന ദൂതുകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വാഗ്ദത്ത ശബ്ദങ്ങളായിക്കൊള്ളട്ടെ, ഈ വാഗ്ദത്തം മുഖാന്തരം നിങ്ങൾ അറിയും. ഹല്ലേലൂയ. ജഡരക്തങ്ങൾ മുഖാന്തരമല്ല, അല്ലെങ്കിൽ ഫാമിലി അഡ്രസ് മുഖാന്തരമല്ല, നിങ്ങളെ ലോകം അറിയുവാൻ പോകുന്നത് ഈ വാഗ്ദത്തം മുഖാന്തരം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം മുഖാന്തരമാണ് ഹല്ലേലൂയ നമ്മൾ പ്രസിദ്ധമാകുന്നത്. ഹല്ലേലൂയ. പക്ഷെ അപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, വന്ന വഴി മറക്കരുത്. ഹല്ലേലൂയ. വാഗ്ദത്തം മറന്നാലും വീടിനെ മറക്കരുത്. വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, വാഗ്ദത്തത്തിലോട്ട് കാൽ ചൂടെടുത്ത് വെച്ചാലും വീടിനെയും നാടിനെയും മറക്കരുത്. വാഗ്ദത്തത്തിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഒരുപക്ഷെ യേശുവിന്റെ അപ്പനെ അമ്മയെ അധികം ആരും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ പ്രതിപാദിച്ച് കാണിച്ചിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. യേശു ക്രിസ്തു തന്റെ അപ്പനെയും അമ്മയും തന്റെ ജീവിതകാലം മുഴുവനും ഹല്ലേലൂയ അതിഭയങ്കരമായി ഹല്ലേലൂയ സംരക്ഷിച്ചു. തന്റെ മരണകാലത്തും എന്ത് ചെയ്തു? യോഹന്നാൻ ശിഷ്യൻ എന്ത് ചെയ്തു? ആ അമ്മയെ കൈമാറി കൊടുത്തു. ഹല്ലേലൂയ. കാരണം എന്ത് ചെയ്യാണ്? ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല, ഒരിടത്തും എന്ത് ചെയ്തിട്ടില്ല, ഇവരെ അഡ്രസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു? സ്വർഗം അവരെ കണ്ടു. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ തിമോത്തിയോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ശുശ്രൂഷയിലോട്ട് പൗലോസ് വിളിച്ചിറക്കുമ്പോൾ അവന്റെ അമ്മ യഹൂദ സ്ത്രീയായ യൂനിസ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ അവന്റെ അപ്പൻ അല്ലെങ്കിൽ യവനനായ ഒരു പിതാവ്. പക്ഷെ ഇവരുടെ പ്രാർത്ഥനയാണ് എന്ത് ചെയ്തത്? തിമോത്തിയോസിനെ ഒരു നല്ല ദൈവിക ശിഷ്യൻ,
തിമോത്തിയോസിനെ ഒരു നല്ല യേശുവിന്റെ ശിഷ്യനാക്കി മാറ്റിയത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. വന്ന വഴികളൊന്നും മറന്നു പോകരുത്. ഹല്ലേലൂയ. വന്ന വഴികളൊന്നും തിരസ്കരിക്കരുത്. ഹല്ലേലൂയ. പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നടത്തിയവരെ എന്ത് ചെയ്യുക? ക്രിസ്തുവിൽ ഓർക്കണം. ഹല്ലേലൂയ. നിങ്ങളെ വചനം പഠിപ്പിച്ചു തന്ന വ്യക്തികളെ, അല്ലെങ്കിൽ നിങ്ങളെ വചനം പഠിപ്പിച്ചവരെ സകല നന്മയിലും ഓഹരി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. വന്ന വഴി എന്ത് ചെയ്യരുത്? മറക്കരുത്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഇത്രത്തോളം നടത്തിയതിനെ ഓർത്ത് എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയും? ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ ഇതുവരെ കടന്നു വന്ന പാതകളെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അവരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം, അവരുടെ നിലവിളി ഒന്നുകൊണ്ട് മാത്രം, അവരുടെ ഉപവാസങ്ങൾ ഒന്നുകൊണ്ട് മാത്രം. ഹല്ലേലൂയ. എങ്കിൽ ആ മാതാപിതാക്കളെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഒരിടത്തും അവരെ അംഗീകരിച്ചിട്ടില്ല, ഒരിടത്തും അവരെ ആദരിച്ചിട്ടില്ല, പക്ഷെ അവരെ സ്വർഗം ആദരിക്കാതെ പോകത്തില്ല. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, എന്നാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, എങ്കിൽ നിന്റെ വീട്ടിൽ നന്മ വരും. ഹല്ലേലൂയ. മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്താട്ടെ. സ്പിരിച്വലായിട്ട് നമ്മെ ജനിപ്പിച്ച ഹല്ലേലൂയ പിതാക്കന്മാർക്കായി സ്തോത്രം ചെയ്താട്ടെ. സ്പിരിച്വലായിട്ട് നമ്മെ നടത്തുന്ന മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്താട്ടെ. സ്പിരിച്വൽ ഫാദേഴ്സ് ആൻഡ് സ്പിരിച്വൽ മദേഴ്സ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഒരു ഗൈഡൻസ് തരികയാണ്. നിങ്ങൾ അവരുടെ കീഴിൽ ഹല്ലേലൂയ നിന്നാൽ എന്ത് ചെയ്യും? അധികമായ ബ്ലെസ്സിങ്സ്. കാരണം അവരാണ് എന്ത് ചെയ്തത്? നമുക്ക് യേശുവിനെ കാണിച്ചു തന്നത്. ഹല്ലേലൂയ. അവരാണ് നമുക്ക് എന്ത് ചെയ്തത്? യേശുവിന്റെ സാന്നിധ്യത്തെ ഹല്ലേലൂയ അനുഭവിക്കാൻ അവസരങ്ങൾ തന്നത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സ്പിരിച്വൽ ഫാദറിന് വേണ്ടി, നമ്മുടെ സ്പിരിച്വൽ മദറിന് വേണ്ടി ഒന്ന് ബ്ലസ് ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ പിതാക്കന്മാരെ, നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി അവർ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. അവർ അറിയപ്പെടുന്നില്ല എങ്കിലും സ്വർഗം കണക്കിടുന്നുണ്ട്. അവരുടെ ലൈഫ് സ്വർഗം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, ദാവീദ് പുത്രനായിട്ട് എന്ത് ചെയ്തു? അവൻ കടന്നു വന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹല്ലേലൂയ നല്ല വഴി പറഞ്ഞു തന്ന മാതാപിതാക്കൾ എന്ത് ചെയ്യണം? നമ്മളെ ഹല്ലേലൂയ എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യണം? അവരെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യണം, അവരെ ഓർത്തൊന്ന് ബ്ലസ് ചെയ്യണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ വചനം പഠിപ്പിച്ചു തന്ന വ്യക്തികളായാലും, വചനത്തിൽ നമ്മെ ബലപ്പെടുത്തിയ വ്യക്തികളായാലും ഹല്ലേലൂയ നമ്മൾ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഞാൻ ഈ നാളുകളിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. സഭ ഹല്ലേലൂയ. ഒരു ചില സഭകൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണും. പക്ഷെ ചില സഭകൾ നമ്മെ എന്ത് ചെയ്യും? വളർത്താൻ സഹായിക്കും. ഹല്ലേലൂയ. നമ്മെ ഹല്ലേലൂയ വളർത്തുവാൻ സഹായിക്കുന്ന, നമ്മെ പരിശുദ്ധാത്മാവിൽ വളരുവാൻ സഹായിക്കുന്ന സഭകളെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ആ സഭകൾ എന്ത് ചെയ്യത്തില്ല? ഒരു നാളും നശിച്ചു പോകത്തില്ല. ആ സഭ വളർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഒരു പ്രശസ്തനായ കവി നമുക്ക് കുഞ്ഞുനാളിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ഉറുദു പോയറ്റാണ്, കബീർദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു, ഞാൻ വഴിയിൽ കടന്നു പോകുമ്പോൾ ദൈവത്തിനെയും ഹല്ലേലൂയ എന്റെ അധ്യാപകനെയും കണ്ടാൽ ഞാൻ ആദ്യം ആരെ വണങ്ങുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ അധ്യാപകനെ വണങ്ങും. അതിന്റെ അർത്ഥം എനിക്ക് ദൈവത്തെ കാണിച്ചു തന്ന വ്യക്തി ആരാണ്? ആ അധ്യാപകനാണ്. ഹല്ലേലൂയ. എന്ന് വെച്ച് ദൈവത്തെ ബഹുമാനിക്കേണ്ട എന്നല്ല, കാരണം അതിനൊരു റൂട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വചനം പഠിപ്പിച്ചു തന്ന ഒരു വ്യക്തിയോട് ഹല്ലേലൂയ നമ്മൾ കാണിക്കേണ്ട ഒരു ബ്ലെസ്സിംഗ്, അല്ലെങ്കിൽ നമ്മൾ കാണിക്കേണ്ട ഒരു റെസ്പെക്ട്, അത് നമ്മുടെ ലൈഫിൽ ഹല്ലേലൂയ എന്നും ഒരു തണലായിട്ട് തന്നെ നിൽക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഇവിടെ അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ അഡ്രസ് ചെയ്യുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്തു? യേശു അടുത്ത വാക്യത്തിൽ പറയുകയാണ്, യേശുവോ ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ജീസസ് വാസ് സൈലന്റ്. ഹല്ലേലൂയ. ഒരു പൂർണ്ണ സൈലൻസ് ആണ് ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം യേശു അവളെ അവിടെ പരീക്ഷിക്കുകയായിരുന്നു. കാരണം എത്രത്തോളം അവൾ തന്റെ ഹല്ലേലൂയ ഈ പ്രശ്നത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കും. ഹല്ലേലൂയ. എത്രത്തോളം ആ ദൈവസന്നിധിയിൽ അവൾ ഒന്നുകൂടെ അടുക്കുമെന്ന് കർത്താവ് പരിശോധിക്കുകയായിരുന്നു. ഹല്ലേലൂയ. എത്രത്തോളം തന്റെ ആ സൈലൻസിനെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ അവൾ ചേർത്ത് പിടിക്കുമെന്ന് കർത്താവ് പരിശോധിക്കുകയായിരുന്നു. നമുക്കറിയാം, യേശുക്രിസ്തു തന്റെ ഇഹലോക ജീവിതത്തിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗലീലയിൽ നിന്ന് ഇത്രയും അധികം ദൂരം സഞ്ചരിച്ചു വന്ന വേറൊരു ഇൻസിഡന്റും വേറെ ഒരു സ്ഥലവും എന്ത് ചെയ്തിട്ടില്ല ഈ ബൈബിളിൽ
പരാമർശിച്ചില്ല. ആ ഒരൊറ്റ സ്ഥലമാണ് ഈ സോർ സീദോൻ എന്ന ഈ പ്രദേശങ്ങൾ. അപ്പോൾ യേശു എന്ത് ചെയ്യാണ്? അത്രയും റിസ്ക് എടുത്ത് വന്നപ്പോൾ ജീസസ് എന്ത് ചെയ്യായിരുന്നു? യേശുവും പരീക്ഷിക്കുകയായിരുന്നു. ഇവൾ എത്രത്തോളം ഹല്ലേലൂയ എന്റെ സന്നിധിയിൽ കടന്നു വരും, ഇവൾ എത്രത്തോളം എന്റെ സന്നിധിയിൽ കടന്നു വരും. യെശയ്യാ പ്രവചനം 40 അതിന്റെ 31 പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരും. ഹല്ലേലൂയ. നമ്മുടെ കാത്തിരിപ്പ് വ്യർത്ഥമല്ല. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ച്, ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ദൈവിക പ്രവചനത്തിന് ഹല്ലേലൂയ അത് നിറവേറിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാനല്ല. ഹല്ലേലൂയ. You continue in prayer. Hallelujah. You continue in worship. Hallelujah. You continue in his presence. Hallelujah. ഇവിടെ എന്ത് ചെയ്യുകയാണ്? യേശു മൗനമായിരുന്നിട്ട് പോലും എന്ത് ചെയ്യുകയാണ്? അവൾ ഒന്നുകൂടെ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ അടുത്ത് വരികയാണ്. ഒന്നുകൂടെ അടുത്ത് വരുമ്പോൾ അവിടെ ആദ്യം അവൾ ഫേസ് ചെയ്ത റിജക്ഷൻ എന്ന് പറയുന്നത് ശിഷ്യന്മാരുടെ റിജക്ഷൻ ആയിരുന്നു. 23-ാമത്തെ വാക്യം വായിക്കാമോ? അവൻ അവളോട് ഒരു വാക്കും എന്ത് ചെയ്തില്ല? ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമെന്ന് എന്ത് ചെയ്യുകയാണ്? അവരോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. അവളെ എന്ത് ചെയ്യാണ്? പറഞ്ഞയക്കണം. റിജക്ഷൻ. കാരണം ഇവിടെ യേശു റിജക്ട് ചെയ്തില്ല. നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം, യേശു അല്ല ഇവളെ റിജക്ട് ചെയ്തത്. ഇവളെ റിജക്ട് ചെയ്തത് ആരാണ്? യേശുവിന്റെ ശിഷ്യന്മാർ. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവളെ റിജക്ട് ചെയ്യുവാൻ തയ്യാറായി. പക്ഷെ ആ റിജക്ഷന്റെ മധ്യയും എന്ത് ചെയ്തു? അവൾ ദൈവത്തെ ഹല്ലേലൂയ മുറുകെ പിടിച്ചു. ആ റിജക്ഷന്റെ മധ്യയും എന്ത് ചെയ്തു? അവൾ ദൈവ സന്നിധിയിൽ ഒന്നുകൂടെ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. അവൾ ആ സ്ഥലം വിട്ടു പോയില്ല. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞിട്ട് അവൾ ആ സ്ഥലം വിട്ടു പോയില്ല. യേശുവിന്റെ സാന്നിധ്യം വിട്ടു പോയില്ല. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞതുപോലെ ഇത് നല്ല സ്ഥലം. ഹല്ലേലൂയ. This is a good place. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാർത്തയോടും പറഞ്ഞു, നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെടുന്നു. എന്നാൽ മറിയ എന്ത് ചെയ്തു? നല്ല അംശം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവ സന്നിധിയിൽ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിംഗ്. ഹല്ലേലൂയ. ദൈവ സന്നിധിയിൽ ഇരിക്കുന്നതാണ് അത് ഏറ്റവും വലിയ ബ്ലെസ്സിംഗ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ റിജക്ഷൻ, അത് റിജക്ഷൻ ആയിരുന്നാൽ പോലും ദൈവ സന്നിധിയിലാണെങ്കിൽ ആ റിജക്ഷനെ ബ്ലെസ്സിംഗ് ആക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ആ അവഗണനയെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ആ നസറായനായ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ഇവിടെ എന്ത് ചെയ്യാണ്? ശിഷ്യന്മാർ അവനോട് പറയുകയാണ്, ഇവിടെ ഒന്ന് വിട്ടയക്കണമേ, ഇവിടെ ഒന്ന് വിട്ടയക്കണമേ. പലപ്പോഴും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യാണ്? നമ്മൾ സ്നേഹിക്കുന്നവർ മുഖാന്തരം, നമ്മുടെ കൂടെയുള്ളവർ മുഖാന്തരം നമ്മൾ റിജക്ട് ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യരുത്? അവിടെ ഒന്നും തളർന്നു പോകാതെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ തണൽ പറ്റി, ദൈവത്തിന്റെ ചൂട് പറ്റി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഹല്ലേലൂയ. ഈ റിജക്ഷൻ എല്ലാം അല്പസമയത്തേക്കേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ റിജക്ഷൻ എല്ലാം അല്പസമയത്തേക്കേ ഉള്ളൂ. പക്ഷെ അവൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യും? ഇനിയും ആ ദൈവ സന്നിധിയിൽ ഇരിക്കും, ആ ദൈവിക സാന്നിധ്യത്തിൽ ഇരിക്കും. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അതിന് യേശു ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ എന്ത് ചെയ്തിട്ടില്ല? അയച്ചിട്ടില്ല. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ലോസ്റ്റ് ഷീപ്പ്, കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്ത് ചെയ്തിട്ടില്ല? എന്നെ അയച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കർത്താവിന്റെ ഡ്യൂട്ടി, കർത്താവിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. കർത്താവിന്റെ ഡ്യൂട്ടി, കർത്താവിന്റെ റെസ്പോൺസിബിലിറ്റി എന്തെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അവൾക്ക് ആദ്യം നേരിട്ട ഒരു റിജക്ഷൻ എന്ന് പറയുന്നത് തന്റെ ചുറ്റുമുള്ളവർ, തന്റെ സറൗണ്ടിങ്സ്, തന്റെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നേരിട്ട ഒരു റിജക്ഷൻ. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ നിയോഗപ്രകാരം, അല്ലെങ്കിൽ യേശു ഈ ഭൂമിയിൽ കടന്നു വന്ന ആ വ്യവസ്ഥ എന്താണെന്ന് അവൾ മനസ്സിലാക്കുവാൻ വേണ്ടി കർത്താവ് ഒന്നുകൂടെ പറയുകയാണ്, ഒന്നുകൂടെ എന്ത് ചെയ്യുകയാണ്? ടെസ്റ്റ് ചെയ്യുകയാണ്. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്നെ എന്ത് ചെയ്തിട്ടില്ല? അവിടേക്ക് അയച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ,
ചിലത് കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. ചിലത് കർത്താവ് നമ്മെ കൊണ്ട് ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ചിലത് കർത്താവ് ചെയ്യും, ചിലത് നിങ്ങളിലൂടെ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചിലത് നിങ്ങളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ചില വ്യക്തികളുടെ വിടുതൽ നിങ്ങളിലൂടെ നടക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില രോഗസൗഖ്യങ്ങൾ നിങ്ങളിലൂടെ നടക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില വാതിലുകൾ നിങ്ങൾ മുഖാന്തരം ഹല്ലേലൂയ തുറക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില ദേശങ്ങൾ നിങ്ങൾ മുഖാന്തരം വിടുവിക്കപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം യേശുവിനെ അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ യേശു പോകത്തില്ല എന്നല്ല. കാരണം എന്താണ്? ഹല്ലേലൂയ. യേശുവിന്റെ പദ്ധതി, കാരണം ഹെവൻലി പർപ്പസ് അല്ലെങ്കിൽ ഹെവൻലി പ്ലാൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ പറയുന്നുണ്ട്, ഇസ്രായേൽ യഹൂദനെന്നോ യവനനെന്നോമില്ല, എല്ലാവരും ദൈവസന്നിധിയിൽ എന്താണ് ഒരുപോലെ. പക്ഷെ ആ പ്ലാനിന് വേണ്ടി കർത്താവ് ആരെയാണ് തെരഞ്ഞെടുത്തത്? പൗലോസിനെ തെരഞ്ഞെടുത്തു. ജാതികളുടെ ഇടയിലോട്ട് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം, ജാതികളുടെ ഇടയിലോട്ട് വചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവ് ചിലരെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ തിരിച്ചറിയണം, ചില മേഖലകൾ ഇന്നും വിടുവിക്കപ്പെടാത്തത് എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ ഒരു എഫേർട്ട് അതിനെ മേൽ വീഴുന്നില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഒരു എഫേർട്ട് എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ ഒരു എഫേർട്ട് എടുത്താൽ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കൊണ്ട് മാത്രം ഡെലിവർ ആകുന്ന ചില മേഖലകൾ കർത്താവ് ഈ നാളുകളിൽ നമുക്ക് വേണ്ടി കാണിച്ചു തരും. ഹല്ലേലൂയ. നമ്മൾ ഒന്ന് അവരോട് സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു അനോയിന്റിങ് അവരുടെ മേൽ കൈമാറുമ്പോൾ ആ വിഷയങ്ങളുടെ മേൽ എന്ത് ചെയ്യും? ഒരു ഡെലിവറൻസ് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇവിടെ പറയുകയാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവളുടെ മനസ്സൊന്ന് പതറിക്കാണും. ഹല്ലേലൂയ. ഇത്രയും ദൂരം ഓടി വന്നു, എന്റെ മകളുടെ അവസ്ഥ അറിഞ്ഞിട്ടും ഹല്ലേലൂയ കർത്താവ് എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അവൾ എങ്ങനെ അഭിമുഖീകരിച്ചു എന്ന് ചോദിച്ചാൽ അവൾ ആരാധിച്ചു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ നമസ്കരിച്ചു. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? അവൾ നമസ്കരിച്ചു. ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് she worshipped. ഹല്ലേലൂയ. എന്താണ്? യേശുവിനെ ആരാധിച്ചു. ഹല്ലേലൂയ. ഏത് അവസ്ഥയായിരുന്നാലും കർത്താവ് നമ്മിൽ നോക്കുന്നത് ആ സാഹചര്യത്തോടുള്ള നമ്മുടെ ആത്മീക മനോഭാവമാണ്. ഹല്ലേലൂയ. ആ സാഹചര്യത്തിന് വിടുതൽ കിട്ടിയോ ഇല്ലയോ അത് രണ്ടാമത്തെ വിഷയം. നീ ആത്മാവിൽ ആരാധിക്കുന്നുണ്ടോ? നീ ആത്മാവിൽ ഉണർന്നിരിക്കുന്നുണ്ടോ? നീ ആത്മാവിൽ ജാഗരൂകനായി ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? കാരണം ആ മനോഭാവമാണ് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുവാൻ പോകുന്നത്. അവൾ എന്ത് ചെയ്തു? അവനെ ആരാധിച്ചു എന്നാണ് പറയുന്നത്. സങ്കീർത്തനം 46 അതിന്റെ 45 അതിന്റെ 1 വാക്യം വായിക്കാം. സങ്കീർത്തനം 45 അതിന്റെ 1 വാക്യം. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, എന്റെ ഹൃദയം എന്ത് ചെയ്യുകയാണ്? ശുഭവചനത്താൽ കവിയുന്നു. ഹല്ലേലൂയ. എന്റെ വചനം സ്തുതികളാൽ കവിയുന്നു. ഹല്ലേലൂയ. എന്റെ വചനം ആരാധനകളാൽ, എന്റെ ഹൃദയം ആരാധനകളാൽ കവിയുന്നു. പുറത്ത് എന്ത് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, അത് പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ, അത് നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ടത് എന്താണ്? സ്തുതിയും സ്തോത്രവും. ഹല്ലേലൂയ. നമ്മളുടെ ഉള്ളിൽ നിന്ന് വരേണ്ടത് സ്തുതിയും സ്തോത്രവും മാത്രം. ഹല്ലേലൂയ. അതാണ് പൗലോസ് പുതിയ നിയമ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് ഹല്ലേലൂയ അവന്റെ അകത്തോട്ട് പോകുന്നതല്ല, അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഹല്ലേലൂയ. കാരണം ഈ നാളുകൾ നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം, ഹല്ലേലൂയ, നമ്മെ ഹല്ലേലൂയ എല്ലാവരും വീക്ഷിക്കുന്നുണ്ട്, നമ്മളെ എല്ലാവരും നോക്കുന്നുണ്ട്. കാരണം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ദൈവത്തിന്റെ വെളിച്ചത്തിലാണ്. പ്രകാശത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ നോട്ടം, നമ്മുടെ സംസാരം എന്തായിരിക്കണം? നല്ലതായിരിക്കണം. ഇവിടെ പറയുകയാണ്, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ഹൃദയത്തിൽ എന്താണ്? നല്ല തോട്ട്സ്. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ചുള്ള ഹല്ലേലൂയ ശുഭവചനങ്ങൾ. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നുണ്ട്, എന്റെ കൃതി എന്താണ്?
രാജാവിനുള്ളത്, എന്റെ കൃതി രാജാവിനുള്ളത്. ഹല്ലേലൂയ. എന്റെ നാവ് സമർത്ഥനായ ഒരു ലേഖകന്റെ എഴുത്തുപോലാകുന്നു. നമ്മുടെ നാവ് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. ദിനംതോറും അവനെ ആരാധിപ്പാൻ തക്കവണ്ണം, ദിനംതോറും അവനെ സ്തുതിപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ലൈഫിനെ ഒന്ന് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ വിട്ടുകൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹൃദയം ശുഭവചനത്താൽ കവിയും. ഹല്ലേലൂയ. ചുറ്റും എന്തും തന്നെ നടന്നോട്ടെ, പക്ഷേ ഹൃദയത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തുതികളും പുകഴ്ചകളും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഞാൻ 2014 മുതൽ 18 വരെ കോയമ്പത്തൂരിൽ പഠിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അവിടെ ഒരുപാട് ആർട്സ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ അവിടെ എല്ലാം നമുക്കൊരു ചെറിയൊരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു പ്രെയർ സെൽ. ശരിക്കും പറഞ്ഞാൽ ആ പ്രെയർ സെൽ എന്ന് പറയുന്നത് ചില ക്രിസ്ത്യൻ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മക്കൾ കൂടി വന്നിരുന്ന, മോസ്റ്റ്ലി തമിഴ് വ്യക്തികളായിരുന്നു. അവർ വന്നിരുന്ന് ആരാധിക്കും, അല്പസമയം വചനം കൈമാറും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു അരമണിക്കൂർ സെക്ഷൻ, ഒരു 7:30 to 8. അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ഭാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും നല്ല ബന്ധത്തിലാണ്. ഒരു 1-2 മാസം കൂടുമ്പോഴെല്ലാം എന്ത് ചെയ്യും, ഫോൺ ചെയ്ത് സുഖവിവരങ്ങൾ അന്വേഷിക്കും. സുഖമായിരിക്കുന്നോ, എന്ത് ചെയ്യുന്നു, മിനിസ്ട്രിയൊക്കെ എങ്ങനെ പോകുന്നു, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അദ്ദേഹം വിളിച്ച് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട്, അന്ന് അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി എന്നെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ചു. കാരണം അന്ന് ആ നാളുകളിൽ അവിടെ കീബോർഡ് ഉണ്ടായിരുന്നപ്പോൾ ഹല്ലേലൂയ എന്നെ തന്നെ എന്ത് ചെയ്യും, ഈ ഭാസ്കർ എണ്ണം വിളിച്ചെന്ത് ചെയ്യും, ഈ കീബോർഡ് വായിക്കണം, നീ ഈ പ്രോഗ്രാമിൽ കീബോർഡ് വായിക്കണം, അല്ലെങ്കിൽ നീ ഈ പ്രയർ സെല്ലിനെ വർഷിപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ എന്ത് ചെയ്യും, എൻകറേജ് ചെയ്യും. അപ്പോഴാണ് എനിക്ക് ഈ തമിഴ് പാട്ടുകളൊക്കെ പഠിക്കുവാനും വർഷിപ്പ് സോങ് പഠിക്കുവാനുള്ള ഒരു ത്വര, ഒരു ആകാംക്ഷ വന്നത് എൻ്റെ മനസ്സിൽ. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കോളേജിൽ എന്ത് ചെയ്തു, കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം വരികയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഒരു അവസരം കിട്ടിയതല്ലേ, ഒന്ന് പേര് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പേര് കൊടുക്കുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോ ഞാൻ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ കമ്മിറ്റിക്ക് ഞാൻ ഈ പേര് കൊടുക്കുവാൻ പോകുന്ന സമയത്ത്, അതായത് അവിടെ സെക്യുലർ പ്രോഗ്രാംസ് ആണ്, കാരണം സിനിമ സോങ്സ് ഉണ്ടാകും, സിനിമ ഡാൻസ് ഉണ്ടാകും. അപ്പൊ എനിക്ക് എന്താണ്, ഇതിനോട്ടൊന്ന് വായിക്കണമെന്നൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ ഈ പേര് കൊടുക്കുവാൻ പോകുന്ന സമയത്ത് ഭാസ്കരനെ കണ്ടുമുട്ടി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്, അവിടെ സ്റ്റാഫ് റൂമിലേക്കാണോ? ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഈ കൾച്ചറൽ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, പോവുകയാണ്. ഒന്ന് എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാമല്ലോ, അല്ലെങ്കിൽ കീബോർഡിൽ എന്തെങ്കിലും പെർഫോം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പോവുകയാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ജെബി, ഇത് നിനക്കുള്ളതല്ല. ഹല്ലേലൂയ. ഇത് നിനക്കുള്ള പണിയല്ല. കാരണം നിന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകം, നിന്റെ മേൽ ദൈവം തന്ന ടാലന്റ് എന്ന് പറയുന്നത് അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി യൂസ് ചെയ്യപ്പെടുവാനുള്ളതാണ്. ആ ഒറ്റ വേർഡ് എന്നെ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഹല്ലേലൂയ. അതിനുശേഷം എന്ത് ചെയ്തു, ഒരു തരത്തിലുള്ള അങ്ങനെ ഒരു സെക്യുലർ പ്രോഗ്രാംസിന് ഇടപെടുവാൻ തക്കവണ്ണം ദൈവം എന്നെ അനുവദിച്ചില്ല. പക്ഷെ അവരുമായിട്ട് അവിടെ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിട്ടുണ്ടോ അതിലെല്ലാം ഹല്ലേലൂയ ആത്മാവിലൊന്ന് പങ്കുചേരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, വർഷിപ്പ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിലെ ആരാധന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ്സിനെ കൊണ്ടുവരും. ഹല്ലേലൂയ. ആരാധന നിങ്ങൾ ദൈവ സന്നിധിയിൽ എടുക്കുന്ന ഒരു നിലപാടാണ്. ഹല്ലേലൂയ. ആരാധന നിങ്ങൾ ദൈവ സന്നിധിയിൽ എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ഇന്ന് രാത്രികാലം അങ്ങനെ ഒരു ഡിസിഷൻ ആക്കി മാറ്റിയാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അവനെ ആരാധിക്കും, എല്ലാ കാലത്തും ഞാൻ ആരാധിക്കും, എന്തു വന്നാലും ആരാധിക്കും. ഹല്ലേലൂയ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്ത് ചെയ്യും, അവനെ ആരാധിക്കും. കാരണം എന്ത് ചെയ്തിട്ടില്ല, അവൻ മാറത്തില്ല. ഹല്ലേലൂയ. അവൻ മറക്കത്തില്ല. ഹല്ലേലൂയ. പാസ്റ്റർ കാലേബ് എഴുതിയ ഒരു പുതിയ പാട്ട്, ഒരു റീസെന്റ് ആയിട്ട് അദ്ദേഹം എഴുതിയ പാട്ടിൽ ഇങ്ങനെയാണ് അതിന്റെ വരി, എന്തു വന്നാലും മാറാത്തവൻ എൻ കൂടെ ഇരിക്കുന്നോ, എന്തു വന്നാലും മാറാത്തവൻ എൻ കൂടെ ഇരിക്കുന്നോ. ചേർന്ന് പാടാമോ? എന്തു വന്നാലും മാറാത്തവൻ എൻ കൂടെ ഇരിക്കുന്നോ, എന്തു വന്നാലും മാറാത്തവൻ കൂടെ ഇരിക്കുന്നോ. അവൻ മാറത്തില്ല, അവൻ ഒരു നാളും മാറത്തില്ല. അവൻ ഇന്നും എന്നേക്കും അനന്യൻ തന്നെ.
എങ്കിൽ അവന്റെ സന്നിധിയിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, ഞാൻ അവനെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ചേർന്ന് പറഞ്ഞാട്ടെ, ഞാൻ അവനെ എല്ലാ കാലത്തും വാഴ്ത്തും. എല്ലാ കാലത്തും. ഹല്ലേലൂയ. ഞാൻ അവനെ എല്ലാ സീസണിലും വാഴ്ത്തും. ഹല്ലേലൂയ. ഞാൻ അവനെ വേനലിലും വാഴ്ത്തും. ഞാൻ അവനെ മഴയിലും വാഴ്ത്തും. ഹല്ലേലൂയ. ഞാൻ അവനെ മരുഭൂമിയുടെ മധ്യത്തെയും വാഴ്ത്തും. ഹല്ലേലൂയ. ഏത് സമയത്തും ആരാധിപ്പാൻ അവൻ യോഗ്യൻ. ഹല്ലേലൂയ. അവൻ സ്തുതികൾക്ക് യോഗ്യൻ. ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഈ കനാന്യ സ്ത്രീ എന്ത് ചെയ്യുകയാണ്? ഓടി വന്ന് അവനെ നമസ്കരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ഹല്ലേലൂയ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു കോസ് ബ്രെഡ് ക്രംസ്, അല്ലെങ്കിൽ അപ്പം നുറുക്കുകൾ എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറയുകയാണ്. ഇതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് വീണ്ടും എന്ത് ചെയ്യാണ്? അതിന്റെ ഒരു തേർഡ് ലെവൽ ഓഫ് ടെസ്റ്റിലോട്ട് അവളെ കൊണ്ടുപോവുകയാണ്. എനിക്ക് നിന്റെ വിഷയത്തിന്റെ മേൽ ഇടപെടുവാൻ കഴിയും, പക്ഷെ നിന്റെ വിശ്വാസം എത്രത്തോളമുണ്ട്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ല. പലരും ചർച്ച ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, നായ് എന്ന് വിളിച്ച് അവളെ അധിക്ഷേപിക്കുന്നു. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ യഥാർത്ഥ ഹീബ്രു ട്രാൻസ്ലേഷൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടി അല്ലെങ്കിൽ പെറ്റ് ഡോഗ് അല്ലെങ്കിൽ പപ്പി എന്ന് പറയുന്ന ഒരു ലാളനെയാണ് കർത്താവ് എന്ത് ചെയ്തത്, അവിടെ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന ഒരു നായ്ക്കുട്ടിയോട് കാണിക്കുന്ന സ്നേഹമാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചത്. ഈ നായ്ക്കുട്ടിക്ക് അങ്ങനെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ ഈ വചനം പരിശോധിച്ച് നോക്കുമ്പോൾ. ഈ ഒറ്റ ഇൻസിഡന്റിൽ മാത്രം, ഈ ഒരു ഒറ്റ സാഹചര്യത്തിൽ മാത്രമേ നമുക്കിത് കാണുവാൻ കഴിയൂ. മറ്റെല്ലായിടത്തും എന്താണ്, അല്ലെങ്കിൽ നായ് എന്നുള്ള ഒരു റെഫറൻസ് ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ മാത്രം എന്ത് ചെയ്തു? കർത്താവ് അവളെ ലാളനയോടുകൂടെ എന്ത് ചെയ്യാണ്? അഭിസംബോധന ചെയ്യുകയാണ്. നീ എന്താണ്? എന്റെ പെറ്റാണ്. ഹല്ലേലൂയ. എനിക്ക് പ്രിയപ്പെട്ടവളാണ്. പക്ഷെ നീ ഇപ്പൊ ചോദിക്കുന്നത് എന്താണ്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് പോലെയാണ് നീ ചോദിക്കുന്നത്. പക്ഷെ അവളുടെ വിശ്വാസം അവിടെയും എന്ത് ചെയ്തിട്ടില്ല? അവൾ തളർന്നു പോയിട്ടില്ല. അവിടെയും എന്ത് ചെയ്തില്ല? അവളുടെ വിശ്വാസം തളർന്നില്ല. അവൾ ഉടനെ പറഞ്ഞ കാര്യം, കർത്താവേ, എന്താണ്? അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. എന്താണ് പറഞ്ഞത്? അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞാട്ടെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അവൾ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ സത്യം, എന്റെ ഉടയവൻ നീയാണ്. ഹല്ലേലൂയ. എന്നെ സൃഷ്ടിച്ചവൻ നീയാണ്, എന്നെ മെനഞ്ഞവൻ നീയാണ്. ഹല്ലേലൂയ. എന്റെ സ്ഥലം എന്ന് പറയുന്നത് ഒരുപക്ഷെ ശപിക്കപ്പെട്ട കനാൻ ദേശമായിരിക്കാം, സോർ സീദോൻ ആയിരിക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നിന്റെ മേശയ്ക്ക് ചുറ്റും. ഹല്ലേലൂയ. എന്റെ മാസ്റ്റേഴ്സ് ടേബിൾ. ഹല്ലേലൂയ. എന്റെ ഉടയവന്റെ മേശയുടെ അടുക്കലാണ്, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ അടുക്കലാണ് ഞാൻ നിൽക്കുന്നത്. എങ്കിൽ കർത്താവേ, നിന്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. നിന്റെ ഒരു വാക്ക്. ഹല്ലേലൂയ. അത് ചെറുതായിക്കൊള്ളട്ടെ, അത് വലുതായിക്കൊള്ളട്ടെ, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും. ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാൻ ഇനിയും കാത്തിരിക്കും. ആ അപ്പനുറുക്കുകൾ തറയിൽ വീണു പോകുവാൻ ഞാൻ അനുവദിക്കില്ല. അത് വേസ്റ്റായി പോകുവാൻ അനുവദിക്കില്ല. നിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും, ഹല്ലേലൂയ, അത് വേസ്റ്റ് ആകത്തില്ല. ഹല്ലേലൂയ. അത് ജീവിതത്തിൽ വലിയ നന്മകളെ കൊണ്ടുവരും, ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവൾ വിശ്വസിച്ചു. ഹല്ലേലൂയ. അവൾക്ക് എന്താണ് മനസ്സിലായത്? അവൾ ആരെയാണ് സേവിക്കുന്നതെന്ന് അവൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അവൾ സേവിക്കുന്നത് തന്റെ ഉടയവനായ യേശു. ഹല്ലേലൂയ. അവൾ സേവിക്കുന്നത് തന്റെ മാസ്റ്ററിനെയാണെന്ന് മനസ്സിലായി. അതാണ് പൗലോസ് എഴുതി വെച്ചത്, ആരെ ഞാൻ വിശ്വസിക്കുന്നുവോ അവൻ എന്റെ ഉപനിധി അന്ത്യത്തോളം, ഹല്ലേലൂയ, കാക്കുവാൻ അവൻ മതിയായവൻ. ആ ഒരു വലിയ സത്യം എന്ത് ചെയ്തു? അവൾ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? എന്റെ കർത്താവിന്റെ, ഹല്ലേലൂയ, എന്റെ ഉടയവന്റെ മേശയ്ക്ക് അരികെ. ഹല്ലേലൂയ. എന്റെ ഉടയവന്റെ കാൽപാദത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. എങ്കിൽ അവിടെ നിന്ന് വരുന്ന ഓരോ പ്രവൃത്തി
ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഓരോ വാക്കിനെയും ഞാൻ എന്ത് ചെയ്യും? അതിശ്രദ്ധയോടെ റിസീവ് ചെയ്യും. ഹല്ലേലൂയ. അതാണ് ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കർത്താവ് എന്ത് പറഞ്ഞാലും അത് കേൾക്കുവാൻ തക്കവണ്ണം റെഡി ആയിരിക്കണം. ഹല്ലേലൂയ. അത് റിസീവ് ചെയ്യുവാൻ റെഡി ആയിരിക്കണം. യെസ് ലോർഡ്, ഐ റിസീവ് ഇറ്റ് എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? റെഡി ആയിരിക്കണം. ഇവിടെ അവൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ നാവിൽ നിന്ന് വരുന്ന ഒരൊറ്റ വാക്കിന് വേണ്ടി, ഹല്ലേലൂയ, ആ ശതാധിപൻ തന്റെ ആ സർവന്റിന് വേണ്ടി ആ പ്രാർത്ഥിച്ചതുപോലെ, അപേക്ഷിച്ചതുപോലെ, കർത്താവ് നിന്റെ ഒരു വാക്ക് മതി അതെന്റെ ഹല്ലേലൂയ ബാല്യക്കാരന് സൗഖ്യം വരുത്തും. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, നിന്റെ ഒരു അപ്പം നുറുക്ക് മാത്രം മതി, എങ്കിലും അതെന്റെ മകൾക്ക് എന്തായി തീരും? അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. അതെന്റെ മകൾക്ക് എന്തായി തീരും? അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. അങ്ങനെ അവൾ വിശ്വസിച്ചു. കർത്താവ് മറുപടി പറഞ്ഞത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ഹല്ലേലൂയ. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭാവിക്കട്ടെ. ഹല്ലേലൂയ. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം കൂടാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഹല്ലേലൂയ. ഇവിടെ എന്ത് ചെയ്യാണ്? ആ ഒരു അപ്പം നുറുക്കിന് വേണ്ടി എന്ത് ചെയ്തു? അവൾ വെയിറ്റ് ചെയ്തു. യാക്കോബിനെ പോലെ ആ ദൈവദൂതനുമായി മൽപ്പിടിച്ചതുപോലെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ ഇവിടം വിട്ടു പോകത്തില്ല എന്നൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നതുപോലെ ഇവിടെ എന്ത് ചെയ്തു? ആ അപ്പം നുറുക്കിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഒരു വാക്കിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. അതിന് എത്ര സംവത്സരം എടുത്താലും, എത്ര വർഷങ്ങൾ എടുത്താലും സാരമില്ല കർത്താവേ. നിന്റെ ഹല്ലേലൂയ ഒരു വാക്കിൽ കൂടെ അല്ലാതെ എന്റെ മകൾക്ക് സൗഖ്യം വരത്തില്ല. ഹല്ലേലൂയ. നിന്റെ ഒരു വാക്കിൽ കൂടെ അല്ലാതെ എന്റെ മകൾക്ക് ഒരു വിടുതൽ വരത്തില്ല എന്ന് വിശ്വസിച്ചതുപോലെ, ഹല്ലേലൂയ, ആ വിശ്വാസം എന്ത് ചെയ്തു? വർദ്ധിച്ചു. അതാണ് പറയുന്നത്, നിന്റെ വിശ്വാസം വലിയത്. ഇതുപോലെയാണ് ശതാധിപനോടും കർത്താവ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഹല്ലേലൂയ, ഇസ്രായേലിൽ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ രണ്ട് പദവും കർത്താവ് ഗ്രേറ്റ് ഫെയ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ, വലിയ വിശ്വാസം. പക്ഷെ ഇത് രണ്ടും ആരല്ല? യഹൂദ പാരമ്പര്യമുള്ളവരല്ല. ഇവരെല്ലാം ജാതികളായിരുന്നു. ഹല്ലേലൂയ. ജാതികളിൽ എന്ത് ചെയ്തു? ഇത്ര വലിയ വിശ്വാസത്തെ കർത്താവ് എന്ത് ചെയ്തു? ഉടലെടുത്തു. ഹല്ലേലൂയ. കർത്താവ് അത് കണ്ടു. എന്നിട്ട് പറയുകയാണ്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. ഞാൻ ഇന്ന് രാത്രികാലം ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാണ്, നിങ്ങളുടെ വിശ്വാസങ്ങൾ ഒന്നുകൂടെ വലുതാകട്ടെ. നിങ്ങളുടെ വിശ്വാസം വലുതാകട്ടെ. എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ സാധിച്ചു തരും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം സാധിച്ചു തരും. നിങ്ങളുടെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ എന്ത് ചെയ്തു? അവൾ സൗഖ്യമായി തീർന്നു. ഹല്ലേലൂയ. ആ നാഴികയിൽ എന്ത് ചെയ്തു? ആ മകൾ എന്ത് ചെയ്തു? സൗഖ്യമായി തീർന്നു. ഹല്ലേലൂയ. ആ വലിയ വിശ്വാസം ഈ നാളുകളിൽ നമ്മുടെ ലൈഫിൽ, ഹല്ലേലൂയ, ഒന്നുകൂടെ ഓർമ്മിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒന്നുകൂടെ ബലപ്പെട്ടാട്ടെ. കർത്താവെ, എന്തു വന്നാലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ഈ സന്നിധി വിട്ട് ഞാൻ പിന്നോട്ട് പോകത്തില്ല. ഒരുപക്ഷെ അത് റിജക്ഷൻ ആയിക്കൊള്ളട്ടെ, അത് കർത്താവിന്റെ സൈലൻസ് ആയിക്കൊള്ളട്ടെ, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ഇനി പിന്മാറി പോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യത്തില്ല. കർത്താവെ, ഞാൻ ബാക്കിലോട്ട് എടുത്തു വയ്ക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് വിട്ടുകൊടുക്കണം. നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്ത് പറയണം, കർത്താവേ, എന്നെ നീ അവസാനത്തോളം താങ്ങണം, എന്നെ നീ അവസാനത്തോളം കരുതണം. എനിക്ക് നടക്കുവാൻ ബലമില്ല, എനിക്ക് നടക്കുവാൻ ശക്തിയില്ല, എന്നെ നടത്തുന്നത് നീയാണല്ലോ. ഹല്ലേലൂയ. എന്നെ പരിപാലിക്കുന്നത് നീയാണല്ലോ. ഹല്ലേലൂയ. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഏറ്റവും വലിയ വിശ്വാസം കണ്ടെത്തി അവൾ എന്ത് ചെയ്തു? തന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിച്ചെടുത്തു. ഹല്ലേലൂയ. ഞാൻ ഈ ഹല്ലേലൂയ മീറ്റിംഗിനെ നമുക്ക് ബ്ലസ് ചെയ്ത് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിലെ ജെന്യൂൻ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ കർത്താവ് സാധിക്കട്ടെ. ഹല്ലേലൂയ. കാരണം നിങ്ങൾ നിൽക്കുന്നത് കർത്താവിന്റെ മേശയ്ക്ക് ചുറ്റുമാണ്. ഹല്ലേലൂയ. നിങ്ങൾ നിൽക്കുന്നത് കർത്താവിന്റെ സന്നിധിയിലാണ്. നമ്മൾ സേവിക്കുന്നത് നമ്മുടെ ഉടയവനെയാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, ഹല്ലേലൂയ, ഈ കപ്പൽ തകരത്തില്ല. ഈ കപ്പൽ തകർന്നാലും ഈ കപ്പലിനകത്തുള്ള ഒരു വ്യക്തികളുടെയും എന്ത് ചെയ്യത്തില്ല, ജീവന്
പ്രാണഹാനി വരത്തില്ല. കാരണം അവരെല്ലാം എന്ത് ചെയ്തു? ദൈവം ഹല്ലേലൂയ തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് പൗലോസിന് വ്യക്തമായിട്ട് ഡിക്ലെയർ ചെയ്യുവാനുള്ള ഒരൊറ്റ കാര്യം എന്നൊന്ന് ചോദിച്ചാൽ അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. അവൻ ആ ദൈവിക ഹല്ലേലൂയ എൻകൗണ്ടറിൽ വിശ്വസിച്ചു. ഇവിടെ അവൾ എന്ത് ചെയ്തു? ഈ കനാന്യ സ്ത്രീ തന്റെ അവകാശത്തെ എന്ത് ചെയ്തു? അവൾ ഡിക്ലെയർ ചെയ്തു. കർത്താവേ, ഓക്കെ, എനിക്ക് എന്താണ് ഈ മക്കളുടെ അപ്പത്തിന് വേണ്ടിയല്ല ഞാൻ വന്നത്, പക്ഷെ നിന്റെ ഒരു അപ്പം നുറുക്കായാലും അത് വേസ്റ്റ് ആക്കി പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ അത് എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. ഇന്ന് രാത്രികാലം ചില സ്വർഗീയ ഹല്ലേലൂയ ഇൻഹെറിറ്റൻസുകൾ ഒന്ന് ക്ലെയിം ചെയ്താട്ടെ, ഒന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. കർത്താവേ, ഞാൻ ആ സ്വർഗീയമായ അവകാശങ്ങളെ ഞാൻ ഇന്ന് സ്വീകരിക്കുന്നു, ആ സ്വർഗീയമായ അവകാശങ്ങളെ ഞാൻ ഇന്ന് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. കാരണം എഫേസ്യർ 1:1 പറയുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നിങ്ങളെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾ അത് ക്ലെയിം ചെയ്താട്ടെ, നിങ്ങൾ അതൊന്ന് ഏറ്റു പറഞ്ഞാട്ടെ. നമ്മുടെ ലൈഫിൽ ആ ഒരു ബ്ലെസ്സിംഗ് കർത്താവ് ഈ നാളുകളിൽ ഒരുക്കും. ഹല്ലേലൂയ. ആ ബ്ലെസ്സിംഗ് ഈ നാളുകളിൽ കർത്താവ് ഒരുക്കും. എങ്കിൽ നമ്മുടെ ഇരിപ്പിടങ്ങളെ വിട്ട് എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മൾ കേട്ടതുപോലെ നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ ആത്മാവിൽ ഒന്നുകൂടെ ബലപ്പെടുവാൻ, ഒന്നുകൂടെ ശക്തിപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ, നീ പറഞ്ഞ ഒരു വാക്കായാൽ പോലും, കർത്താവേ, നിന്റെ ഒരു വാക്കായാൽ പോലും ഞാൻ കേൾക്കുവാൻ റെഡിയാണ്. കർത്താവേ, ആ അവകാശത്തെ ഞാൻ ക്ലെയിം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം കർത്താവേ, സ്വർഗീയ അവകാശത്തെ ഞാൻ ക്ലെയിം ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിലെ ജെന്യുവൻ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഭാവിയെ കുറിച്ചുള്ളതായിക്കൊള്ളട്ടെ, അത് കുടുംബത്തെ കുറിച്ചുള്ളതായിക്കൊള്ളട്ടെ, അത് ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവൻ നിറവേറ്റിയതിനായി സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയതിനായി സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയ നല്ല കർത്താവ്, അവൻ ഒന്നിനും ഹല്ലേലൂയ പെൻഡിങ് വെക്കത്തില്ല. ഹല്ലേലൂയ. ഒന്നിനും ഡ്യൂ വെക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഹബക്കൂക്കിൽ പഠിച്ചതുപോലെ കർത്താവിന്റെ ദർശനങ്ങൾക്ക് എന്തില്ല? താമസമില്ല. അത് നേരത്തെയും ആകത്തില്ല, അത് താമസവും ആകത്തില്ല. അത് തക്ക സമയത്ത്, അത് തക്ക സമയത്ത്, ഹല്ലേലൂയ, അത് തക്ക സമയത്തുള്ളവായി വരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവേ, നമ്മുടെ ലൈഫിലെ എല്ലാ പ്രവചന ദൂതുകളും ഈ നാളുകളിൽ നിറവേറട്ടെ, ഈ നാളുകൾ നിറവേറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രവചനങ്ങളെ നിറവേറ്റുന്ന കർത്താവ്, യെസ്, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്ന കർത്താവ്, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്ന കർത്താവ്, ആ സ്വർഗീയ അവകാശത്തെ ഒന്ന് ഡിക്ലെയർ ചെയ്താട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ കുടുംബങ്ങളുടെ മേൽ, ഹല്ലേലൂയ, കടന്നു വരുന്ന വ്യക്തികളുടെ മേൽ ആ ഹെവൻലി അതോറിറ്റീസ് കർത്താവ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ആ ഹെവൻലി ഇൻഹെറിറ്റൻസ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. കർത്താവേ, ഇന്ന് രാത്രികാലം അതിനെ സ്വീകരിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. സാന്നിധ്യം ഞാൻ വാഞ്ചിക്കുന്നേ, മേഘം പോലെ ഇറങ്ങണമേ. ആ സാന്നിധ്യത്തിനായി, സാന്നിധ്യം ഞാൻ വാഞ്ചിക്കുന്നേ, മേഘം പോലെ ഇറങ്ങണമേ. ചേർന്ന് പാടാമോ? വർണ്ണിച്ചിടാൻ, വർണ്ണിച്ചിടാൻ വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ.
സാന്നിധ്യം ഞാൻ വാഞ്ചിക്കുന്നേ. മേഘം പോലെ ഇറങ്ങണമേ, സാന്നിധ്യം ഞാൻ വാഞ്ചിക്കുന്നേ. മേഘം പോലെ ഇറങ്ങണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രി കാലത്തിനായി സ്തോത്രം.